മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കൊച്ചി ഇടപ്പള്ളിയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി. 5ഉം 6ഉം വയസ്സുള്ള കുട്ടികളെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇടപ്പള്ളി മീഞ്ചിറ റോഡിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. 5ഉം 6ഉം വയസ്സുള്ള 2 പെൺകുട്ടികളായിരുന്നു. അവർ ട്യൂഷന് പോകാൻ വേണ്ടി തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കുട്ടിയുടെ അമ്മമ്മ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ചേച്ചി, എന്തായി സംഭവിച്ചത്? ഇന്നലെ കൊച്ചുങ്ങൾ സ്കൂളിൽ വിട്ട് വന്ന് 5 മണി ആയിട്ടില്ല. അതിന് മുമ്പ് 5 മണി കഴിഞ്ഞ് ഞാൻ ഇന്നലെ ലേറ്റായി പിള്ളേർ പോകാൻ. ഞാൻ ഇവിടുന്ന് ടാറ്റ കൊടുത്ത് പിള്ളേർ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് ആയപ്പോൾ ടീച്ചർ വിളിച്ചാണ്, ട്യൂഷൻ ടീച്ചർ. ഇങ്ങോട്ട് ഓടി വാ, പിള്ളേർ വിറച്ച് കരയണമെന്ന് പറഞ്ഞ്. എന്തോ പിള്ളേരാരോ പിടിച്ച് കയറ്റാൻ നോക്കി വണ്ടിയിൽ, കാറിൽ. ഇവിടുന്ന് ഞാൻ ഓടി ചെന്നപ്പോൾ പിള്ളേർ വിറച്ചിരിക്കണേ, 2ഉം കരയണേ. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഒരു ആൻറ്റി കാറിലിരുന്ന് മിഠായി കൊടുത്തപ്പോഴത്തേക്കും ഇവർ മൂത്തവൾ മേടിച്ചില്ല. അതിൽ മരുന്ന് പരത്തിയിട്ടുണ്ടാവുമെന്ന് വെച്ചാണ് മൂത്തവൾ മേടിക്കാൻ. മറ്റവൾ മേടിച്ചപ്പോൾ അത് മേടിച്ച് കളഞ്ഞപ്പോൾ പള്ളിപ്പടിക്കെ പോയി വേറെ മിഠായി മേടിച്ചു തരാം, നിങ്ങൾ ഇതിൽ കയറി തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആക്കാമെന്ന് പറഞ്ഞ് മറ്റേ ഇവളുടെ കൈ പിടിച്ച് വലിച്ച്. കൈ ഭയങ്കര വേദനയായിരുന്നു. ഇവളുടെ കൈ പിടിച്ച് വലിച്ച് അപ്പോഴത്തെ ഇവൾ കരയണേണ്ടപ്പോൾ ഒരു പട്ടി അവിടെ ഉറങ്ങിക്കണമെന്ന് വെച്ചാൽ പട്ടിയാണ്. ഇതുങ്ങൾ അറിയണ പട്ടിയാണ്. ആ പട്ടി ഓടി വന്നപ്പോഴത്തേക്ക് ഇവർ വേഗം കൈവിട്ട്, പട്ടി കൈവിട്ടിട്ട് കാർ അപ്പം തന്നെ വിട്ടു. മോളെ, കാറിൽ എത്ര പേരുണ്ടായിരുന്നു? മോനെ 3, 2 ആണും 1 പെണ്ണും. എന്താ അവര് പറഞ്ഞത്? അവര് പറഞ്ഞ പള്ളി പഠിക്കാൻ പോയിട്ട് വലിയ മിഠായി മേടിച്ചതാന്ന് പറഞ്ഞേ. വണ്ടി കയറാൻ പറഞ്ഞു. ആ, മോനപ്പം തന്നെ ഓടിക്കളഞ്ഞു ഓടുന്നു. പട്ടി വന്നപ്പോ അവര് ഡോറടിച്ച് പോയി. അപ്പത്തേക്കും ഞങ്ങള് ട്യൂഷൻ ക്ലാസ്സിലോട്ട് ഓടി. ഇവിടെ എങ്ങും ഈ വഴിയിൽ അവർക്ക് അറിയുന്ന എന്താ വെച്ചാൽ ക്യാമറ ഇല്ലാത്ത വഴിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പിള്ളേർ കാണാറുണ്ടെന്ന് പറഞ്ഞു ഈ കാർ അവിടെ കിടക്കണത്. ട്യൂഷന് പോകും മുൻപും കിടന്നിട്ടുണ്ട്. 2 ദിവസം പോയി അവിടെ കിടക്കണേന്ന്. അപ്പൊന്ന് സ്റ്റാർട്ട് ചെയ്തില്ലെന്ന്. ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്ത്. ഇന്നലെ എന്ന് വെച്ചാൽ അവിടെ ഒരു സ്ത്രീ ആ കൊച്ചിനെ വെച്ചോണ്ടിരിക്കും. ഇന്നലെ ഇവര് ലേറ്റ് ആയാണ് ഈ സ്ത്രീ എണീറ്റ് പോയി. കൊച്ചുറങ്ങിയപ്പോൾ എണീറ്റ് പോയിട്ടുണ്ടാവും. ആ സമയത്ത് ഇവർ സ്റ്റാർട്ട് ചെയ്ത് ഇവരിക്കണാണ് ഇവരെ കയറ്റാൻ പറ്റിയില്ല. ഈ വീട്ടിൽ അവരും കണ്ടെന്നു കാറിൽ ഇവിടെ കൊണ്ടുവന്ന് കാറിട്ടേച്ച്. അതിലൊരു പെണ്ണിരിപ്പുണ്ട്. ഒരാളെ ഇറങ്ങി ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കണമെന്ന്, പരിസരമൊക്കെ. പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ അവർ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ കൃത്യമായ അന്വേഷണം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. എപ്പോഴാണ് പരാതി എപ്പോഴാണ് കൊടുത്തിരുന്നത്? ഞങ്ങൾ അപ്പം തന്നെ കൗൺസിലർ വിളിച്ചു പോലീസിനെ. അപ്പം തന്നെ ഒത്തിരി പോലീസുകാർ വന്നു. കുട്ടികളുടെ ബുദ്ധിപരമായ ഇടപെടലാണ്. മൂത്ത കുട്ടി കൃത്യമായി ഇടപെട്ടതുകൊണ്ട് മറ്റ് അവരുടെ ഉദ്ദേശം നടപ്പിലായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.